ഗുഡ് മോർണിംഗ്. 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു നല്ല ദിനം എല്ലാവർക്കും ആശംസിക്കുന്നു. ഇന്ന് ഏപ്രിൽ 23 വ്യാഴാഴ്ചയാണ്. മലയാള മാസം മേടം 10-ാം തീയതിയാണ്. ഒരുപാട് വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. എല്ലാവരും ചോദിക്കുന്നത് ഈ പറയുന്നത് പോലെ തൃശ്ശൂരിലെ അപകടം, അതിനുശേഷം തൃശ്ശൂർ പൂരം അത് ഏത് രീതിയിലായിരിക്കും നടത്തുക, ഇത്തവണ ആഘോഷമുണ്ടാകുമോ എന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ഒരുപക്ഷെ ഇന്നുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തമിഴ്നാട്ടിലെയും പശ്ചിമ ബംഗാളിലെ ആദ്യഘട്ടത്തിലെയും വോട്ടെടുപ്പ് കൂടി ഇന്ന് നടക്കുന്നുണ്ട്. എല്ലാ വാർത്തകളിലേക്കും വരാം. തൃശ്ശൂരിലെ ആ ദുരന്ത വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. മുടത്തിക്കോട് വെടിക്കെട്ടുപുര ദുരന്തത്തിൽ പരിക്കേറ്റവരുടെ ചികിത്സ ഇപ്പോഴും നടക്കുകയാണ്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത് 10 പേരാണ്. ഇതിൽ 4 പേരുടെ നില ഗുരുതരമാണ്. തിരിച്ചറിയാൻ കഴിയാത്ത ഒരു മൃതദേഹത്തിന്റെയും മറ്റ് മൃതദേഹ ഭാഗങ്ങളുടെയും DNA സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. പരമാവധി 4 ദിവസം കൊണ്ട് ഈ DNA പരിശോധന പൂർത്തിയാക്കാനാണ് ഇപ്പോഴത്തെ ശ്രമം. അതേസമയം സ്ഫോടനം നടന്ന പാടശേഖരത്തിൽ ഇന്നും കിടാവർ നായകൾ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കും. ലീഡിയ ജേക്കബാണ് തൃശ്ശൂരിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നത്. ലീഡിയ, ആദ്യം അറിയേണ്ടത് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യനില സംബന്ധിച്ചാണ്. അതിൽ എന്തെങ്കിലും വിവരങ്ങൾ ഏറ്റവും ഒടുവിലായി എപ്പോഴാണ് ആശുപത്രി അധികൃതർ നൽകിയത്? അതിൽ എന്ത് കാര്യങ്ങൾ പറയുന്നു? ഒപ്പം ഈ ഒരു മൃതദേഹം തിരിച്ചറിയാൻ ബാക്കിയുണ്ട് എന്നും ഇന്നലെ അറിയിച്ചിരുന്നു. അതിൻ്റെ പരിശോധന അത് ഏത് രീതിയിലാണ് നടക്കുക? ഒപ്പം തന്നെ DNA സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫലം എപ്പോൾ ലഭിക്കും? ഇന്നലെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ, ഏറ്റവും പുതിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ 10 പേരാണ് നിലവിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത്. അതിൽ 4 പേരുടെ നില ഗുരുതരം തന്നെയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിന്റെ ലൈസൻസി ആയിട്ടുള്ള സതീശൻ മുണ്ടത്തിക്കോടിന്റെ അടക്കം നില അതീവ ഗുരുതരമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് സതീശൻ വെന്റിലേറ്ററിൽ കൂടിയാണ്. 90%-ലധികം പൊള്ളലേറ്റയാളാണ് സതീശൻ. വളരെ ഗുരുതരാവസ്ഥയിലാണ് സതീശനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അപ്പോൾ തൊട്ട് സതീശൻ വെന്റിലേറ്ററിലാണ് ഉള്ളത്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത് എന്നടക്കമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന വിവരങ്ങൾ. മാത്രമല്ല മറ്റ് 3 പേർ കൂടി ഗുരുതരാവസ്ഥയിൽ ഉണ്ട് എന്ന് കൂടി അറിയുന്നു. ബാക്കിയുള്ള ആളുകളുടെ പരിക്ക് അത്ര ഗുരുതരമല്ല. അവർ ആരോഗ്യം വീണ്ടെടുക്കുന്നു എന്നുള്ള തരത്തിലുള്ള അപ്ഡേഷനാണ് ഇന്നലെ വൈകുന്നേരം വരെ വന്നത് എന്നുള്ളതാണ്. ഇന്നലെ ചികിത്സയിലിരുന്ന ഒരാൾ കൂടി മരിച്ചിരുന്നു. അത് വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്ന പ്രവീൺ എന്നയാളാണ്. പട്ടാമ്പി സ്വദേശിയാണ്. 45 വയസ്സാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് പ്രവീൺ മരണപ്പെട്ടത്. അതുകൂടി കൂട്ടുകയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ ഒരു തിരിച്ചറിഞ്ഞ മൃതദേഹം, അല്ലെങ്കിൽ ഒരു പൂർണ്ണ തോതിൽ ഒരു മൃതദേഹമായി ലഭിച്ചത് എന്ന് പറയാനാണെങ്കിൽ 10 മൃതദേഹങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. അതിൽ 9 എണ്ണമാണ് നിലവിൽ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഒരു മൃതദേഹം മാത്രമാണ് തിരിച്ചറിയാനായി ബാക്കിയുള്ളത്. അത് DNA പരിശോധനയിലൂടെ അല്ലാതെ തിരിച്ചറിയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു മൃതദേഹം പൂർണ്ണമായും ഒരു നശിച്ച നിലയിലാണ്. അത് തിരിച്ചറിയാൻ സാധിക്കാത്ത, ബന്ധുക്കൾക്കടക്കം തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ DNA പരിശോധനയ്ക്കായി സാമ്പിളുകൾ ശേഖരിച്ച സംഘം മടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല 32 ശരീരഭാഗങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ അടക്കം DNA പരിശോധനകളും കാര്യങ്ങളും ഒക്കെ നടന്നു വരികയാണ്. സാമ്പിളുകൾ ശേഖരിച്ച ഇന്നലെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള സംഘം മടങ്ങിയിട്ടുണ്ട്. ഈ 32 സാമ്പിളുകളും ഈ കാണാതായ ആളുകളുടെ, പ്രത്യേകിച്ച് 4 പേരെയാണ് ഇന്നലെ കാണാതായി എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തുള്ളത് 4 പേരാണ്. അതായത് ഈ 4 അതിൽ 3 പേർ തൃശ്ശൂരിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ്. ബാക്കിയുള്ളവർ ഈ കൺട്രോൾ റൂം വഴിയൊക്കെ വിളിച്ച് അന്വേഷിച്ചവരും ആശുപത്രിയിൽ നേരിട്ടെത്തി പറഞ്ഞ ആളുകളുമാണ്. ഇത്തരത്തിൽ തങ്ങളുടെ ബന്ധുവിനെ കാണാനില്ല എന്ന് പറഞ്ഞ ആളുകൾ കൂടിയാണ്. ഈ 4 പേരുടെയും ബന്ധുക്കളുടെ സാമ്പിളുകൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു സാമ്പിളുകളുമായി നിലവിലെ ശരീരഭാഗങ്ങളും അതുപോലെ തന്നെ തിരിച്ചറിയാനുള്ള മൃതദേഹം അടക്കം ഒത്തുനോക്കും. ഏതെങ്കിലും ഒരു മൃതദേഹമോ അല്ലെങ്കിൽ ശരീരഭാഗമോ മാച്ചായാൽ മാത്രമേ മരിച്ചു എന്ന് കണക്കാക്കാനാകൂ. അല്ലെങ്കിൽ ആരാണ് ഈ അപകടത്തിൽ പെട്ടത് എന്നത് സംബന്ധിച്ചൊരു കൃത്യമായിട്ടുള്ള വിവരത്തിലേക്ക് കടക്കാനാകൂ. എന്തായാലും സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സാമ്പിളുകൾ ശേഖരിച്ച് മടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 4 ദിവസമാണ് നമ്മൾ കണക്കാക്കുന്ന ഒരു മാക്സിമം സമയം എന്ന് പറയുന്നത്. അതിനുള്ളിൽ ഈ പരിശോധന പൂർത്തിയാക്കാനാകും എന്നാണ് ഇന്നലെ ജില്ലാ കളക്ടർ വ്യക്തമാക്കിയത്. പ്രത്യേകിച്ച് അടിയന്തര സാഹചര്യമായതിനാൽ ഒട്ടും വൈകാതെ തന്നെ ഏറ്റവും ദ്രുതഗതിയിൽ ഈ ഒരു പരിശോധനകളും കാര്യങ്ങളുമൊക്കെ പൂർത്തിയാക്കുമെന്നുള്ളതാണ് ഇന്നലെ ജില്ലാ കളക്ടർ അടക്കം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ചികിത്സയിൽ കഴിയുന്നവർ, അവർ മുൻപ് സൂചിപ്പിച്ചതുപോലെ 4 പേരുടെ നില ഗുരുതരമാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു DNA ഫലം കൂടി ഇനി പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ലിഡിയ, അതുപോലെ എന്താണ് അപകട കാരണം എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതിൽ ഇപ്പോഴും കൃത്യമായ ഒരു ഉത്തരം നമുക്ക് ലഭിച്ചിട്ടില്ല. ചൂടല്ല അപകട കാരണം എന്നാണ് ഒരു പ്രാഥമിക നിഗമനത്തിലാണ് പെസോ ഉള്ളത്. വിവിധ തരത്തിലുള്ള അന്വേഷണം, മജിസ്ട്രേറ്റ് അന്വേഷണം നടക്കുന്നുണ്ട്, പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. കിടാവർ നായ്ക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള
ഒരു പരിശോധനയും ഇന്ന് പാടശേഖരത്തിൽ നടക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇന്നത്തെ അന്വേഷണങ്ങളും പരിശോധനകളും തുടരുക? ദിൽന, തീർച്ചയായും ഇതുവരെയായിട്ടും അതിന്റെ കാരണം സംബന്ധിച്ച് എന്താണ് ഇത്രയും വലിയൊരു അപകടം, അത്രയും വ്യാപ്തിയുള്ള ഒരു അപകടം ഉണ്ടായത് എന്ന് സംബന്ധിച്ച് ഒരു കൃത്യമായിട്ടുള്ള വിവരത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു കൺക്ലൂഷനിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് മജിസ്റ്റീരിയൽ അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇന്നലെ അടക്കം കടാവർ നായ്ക്കളെയൊക്കെ ഉപയോഗിച്ചുള്ള പരിശോധനകളും കാര്യങ്ങളും ഒക്കെ നടത്തിയിരുന്നു. അത് ഇന്നും തുടരും എന്നുള്ളതാണ്. കാരണം ഇതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു കാരണത്തിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ചൂടല്ല കാരണമെന്ന് പ്രാഥമികമായി അറിയുന്നുണ്ടെങ്കിൽ പോലും മറ്റെന്താണ് കാരണം എന്നതിനെ സംബന്ധിച്ച് ഒരു അറിവ് ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഈ കൃത്യമായിട്ടുള്ള ഫോറൻസിക് പരിശോധനയടക്കം അതിൽ നടക്കേണ്ടതായിട്ടുണ്ട്. അത് ഇന്നും തുടരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പാടശേഖരത്ത് കടാവർ നായ്ക്കളെ ഉപയോഗിച്ചും മറ്റുള്ള അന്വേഷണവും ഫോറൻസിക് പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ ഇന്നും തുടരും എന്നുള്ളതാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ അതിനുള്ള നടപടികൾ ആരംഭിക്കും. അത് കൃത്യമായിട്ടുള്ള രീതിയിൽ ഇന്നും അത് തുടരും, ഇന്നും പുരോഗമിക്കും എന്നുള്ളതാണ്. ഇന്നലെ മൃതദേഹ ഭാഗങ്ങളൊക്കെ ഇന്നലെ ഏകദേശം മുഴുവനായി ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അവിടുന്ന് മൃതദേഹ ഭാഗങ്ങൾ ലഭിക്കാനില്ല, പൂർണ്ണതോതിൽ അത് ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ കടാവർ നായ്ക്കളെയൊക്കെ ഉപയോഗിച്ചുള്ള അത്തരത്തിലുള്ള പരിശോധനയും ഈ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതടക്കം ഉണ്ടായിരുന്നു. ഇന്നലെയും മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. അത് ഇത്തരത്തിൽ കടാവർ നായ്ക്കളെയൊക്കെ ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്കിടയിലാണ് ഇത്തരത്തിൽ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയത്. അതിനാൽ തന്നെ ഇനി അറിയേണ്ടത് എന്താണ് ഇതിന്റെ ഒരു കാരണം എന്നത് സംബന്ധിച്ചാണ്. അതിനുള്ള മജിസ്ട്രിയൽ അന്വേഷണം അടക്കം ഇന്ന് പുരോഗമിക്കും. ശരി, ലിഡിയ ജേക്കബാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നിർണായക തീരുമാനങ്ങളുമായി പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ വെടിക്കെട്ട് ഒഴിവാക്കി പൂരം നടത്തണം എന്നാണ് ഇരുവിഭാഗങ്ങളുടെയും നിലപാട്. തിരുവനന്തപുരം കളക്ടറേറ്റിൽ രാവിലെ 10 മണിക്കാണ് ദേവസ്വങ്ങളും മന്ത്രിമാരും അടങ്ങുന്ന ഉന്നതതല യോഗം നടക്കുക. ശ്രീകുമാരൻ തൃശ്ശൂരിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ശ്രീത്ത്, ദുരന്തം, അതിൻ്റെ ആഘാതം അതുപോലെ തന്നെ ഉണ്ട്. അത് തൃശ്ശൂരുകാർക്ക്, നമ്മുടെ നാടിന്, കേരളത്തിനൊന്നാകെ അത് മറക്കാൻ കഴിയുന്നതല്ല. ആ ഞെട്ടലൊക്കെ അതുപോലുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ തൃശ്ശൂർ പൂരത്തിന് യഥാർത്ഥ ചടങ്ങുകളൊക്കെ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. നേരത്തെ തന്നെ തിരുവമ്പാടി പറഞ്ഞതാണ് ഇനി വെടിക്കെട്ടിനില്ല എന്ന് പറയുന്നു. അപ്പോൾ എന്താണ്, ഏത് രീതിയിലായിരിക്കും ഇത്തവണത്തെ തൃശ്ശൂർ പൂരം നടക്കുക എന്നെ സംബന്ധിച്ച ഒരു ചോദ്യം, അനിശ്ചിതത്വമൊക്കെ ഇപ്പോൾ ഉണ്ട്. അതിൽ ഉത്തരം ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഈ യോഗം, അതിൽ ആരൊക്കെയാണ് പങ്കെടുക്കുക? ദേവസ്വങ്ങളുടെ പ്രതിനിധികളായി ഒപ്പം മന്ത്രിമാരൊക്കെയാണ്? എന്തൊക്കെയാണ് നിലവിൽ ദേവസ്വങ്ങളുടെ, പ്രത്യേകിച്ചും തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും നിലപാടുകൾ? പ്രജിൻ, ദിൽന, ഇന്ന് രാവിലെ 10 മണിക്ക് തൃശ്ശൂർ കളക്ടറേറ്റിലാണ് ഈ യോഗം നടക്കുന്നത്. ഇന്നലെ പാറമേക്കാവിൻ്റെ യോഗം ഒരു 6:30 മണിയോടുകൂടി അവർ ചേർന്നിരുന്നു. ഒരു 7:30 മണിയോടുകൂടി അവരൊരു പ്രതികരണവും വന്നിരുന്നു. അതാണ് നിർണായകമായ പ്രതികരണം. പൂരം മുറ പോലെ തന്നെ നടക്കണം. എന്തായാലും വെടിക്കെട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം പാലക്കാട് ജില്ലാ കളക്ടർ അടക്കം പാറമേക്കാവിൻ്റെ വെടിക്കോപ്പുകൾ സൂക്ഷിക്കുന്ന മുതലമടയിലെ ആ ഒരു പടക്കപ്പുരയ്ക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ടായിരുന്നു. ഇവിടെ അനിയന്ത്രിതമായി സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചിട്ടുണ്ട് എന്നൊരു റിപ്പോർട്ടാണ് അവരെല്ലാവരും തന്നെ നൽകിയത്. പക്ഷേ ഇത് തെറ്റാണ് എന്നാണ് പാറമേക്കാവ് ദേവസ്വം ബോർഡിൻ്റെ സെക്രട്ടറിയായ രാജേഷ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വെടിക്കെട്ട് നടത്താനുള്ള സാധ്യതയില്ല. 1-2 ദിവസം കഴിഞ്ഞ് പല മേഖലകളിൽ അത് പൊട്ടിച്ച് തീർക്കേണ്ടി വരും പാറമേക്കാവിന്. അതുകൊണ്ട് വെടിക്കെട്ടിൽ തങ്ങൾ നിർബന്ധം പിടിക്കുന്നില്ല. അവിടെ ഞങ്ങളൊരു ബലം പിടുത്തത്തിനില്ല. പക്ഷേ പൂരം നടത്തിപ്പ് അത് മുറ പോലെ തന്നെ നടക്കണം. അവരതിന് ചൂണ്ടിക്കാണിക്കുന്നത് 2006 പാറമേക്കാവിൻ്റെ പ്രിമീസസിൽ ഇത്തരത്തിലൊരു വെടിക്കെട്ട് ദുരന്തം ഉണ്ടായി. അന്നും ഒട്ടേറെ പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ആ സമയത്തും കൃത്യമായ രീതിയിൽ സർക്കാരിൻ്റെയും അതുപോലെ തന്നെ ദേവസ്വങ്ങളുടെയും തീരുമാനത്തിൻ്റെ ഭാഗമായി മറ്റു ചടങ്ങുകൾ, കുടമാറ്റം അടക്കമുള്ള മറ്റു ചടങ്ങുകളെല്ലാം തന്നെ നടത്തി വർണ്ണാഭമായി തന്നെ ഈ പൂരം നടത്താൻ കഴിഞ്ഞു. അത് മുറ പോലെ തന്നെ നടക്കണം. അതാണ് ദേശക്കാരുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും പൂരപ്രേമികളുടെയും ഒക്കെ ആവശ്യമെന്നാണ് പാറമേക്കാവ് സെക്രട്ടറിയായ രാജേഷ് അറിയിച്ചിട്ടുള്ളത്. ഇത് ഇന്ന് 10 മണിക്ക് തൃശ്ശൂരിൽ ചേരുന്ന കളക്ടറേറ്റിൽ ചേരുന്ന യോഗത്തിൽ അറിയിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു. ശേഷമാണ് തിരുവമ്പാടിക്കാരുടെ യോഗം നടന്നത്. അവരാണ് ഇതിൽ ഏറ്റവും വലിയ യാതന അനുഭവിക്കുന്ന അവരുടെ ഒരുപാട് പേർക്കാണ് ജീവൻ നഷ്ടമായിട്ടുള്ളത്. എന്തായാലും അവർ പറയുന്നത് 24-ാം തീയതി, അതായത് നാളെ വരെ ഒരു ദുഃഖാചരണം നടത്തും. ശേഷം ഒരു ദിവസം മാത്രമായിരിക്കും ചമയ പ്രദർശനം. പ്രൗഢി കുറയാതെ ആർഭാടങ്ങൾ കുറച്ച് പൂരം നടത്തുമെന്നാണ് പറയുന്നത്. മുറ പോലെ എല്ലാ ചടങ്ങുകളും നടക്കും. അതായത് കുടമാറ്റം അടക്കമുള്ള എല്ലാ ചടങ്ങുകളും നടത്താൻ തങ്ങളും സജ്ജമാണ് എന്നാണ് തിരുവമ്പാടി അറിയിച്ചിട്ടുള്ളത്. ദുഃഖമുണ്ട്, പക്ഷേ ഇത് ഒരു ഭഗവതിയുടെ കാര്യമാണ്, അല്ലെങ്കിൽ നാട്ടുകാരുടെ കാര്യമാണ്, പൂര
പൂരപ്രേമികളുടെ കാര്യമാണ്. അതുകൊണ്ട് പൂരം നടത്തണമെന്നൊരു നിലപാടിലേക്ക് അവരും എത്തിയിരിക്കുന്നു. അതായത് പാറമേക്കാവ്, തിരുവമ്പാടി ക്ഷേത്രങ്ങൾ എന്തു തീരുമാനിക്കുന്നു അതിനോടൊപ്പം നിൽക്കുമെന്ന് ഘടകക്ഷേത്രങ്ങളും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും മന്ത്രി VN വാസവനും അതുപോലെ തന്നെ MB രാജേഷും അടക്കമുള്ള മന്ത്രിമാർ, കെ രാജൻ അടക്കമുള്ള R ബിന്ദു അടക്കമുള്ള മന്ത്രിമാർ ഇവിടെ തുടരുന്നുണ്ട്. അവരിന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ യോഗത്തിൽ ജില്ലാ കളക്ടറും ജില്ലാ ഭരണകൂടത്തിലെ ഉന്നതതല ഉദ്യോഗസ്ഥരും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ ഈ 2 ദേവസ്വങ്ങൾ തീരുമാനമറിയിക്കും. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെല്ലാം നിയന്ത്രണങ്ങൾ വരുത്തണം, ഏതെല്ലാം തരത്തിലുള്ള നിർദ്ദേശങ്ങൾ വെക്കണമെന്ന കാര്യം അവിടെ എന്തായാലും ആ ഒരു നിർദ്ദേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും സമവായത്തോടു കൂടിയുള്ള ഒരു തീരുമാനമായിരിക്കും ഉണ്ടാവുക. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ വെടിക്കെട്ട് മാത്രം ഒഴിവാക്കി മറ്റു ചടങ്ങുകൾ, അതായത് കുടമാറ്റം, ഇലഞ്ഞിത്തറ മേളം, മടത്തിൽ വരവ് അടക്കമുള്ള തൃശ്ശൂർ പൂരത്തിൻ്റെ സുപ്രധാനമായ ചടങ്ങുകൾ പൂർണ്ണമായി നടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും വെടിക്കെട്ടുണ്ടാകില്ല എന്ന കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. ഇനി മറ്റു നടപടിക്രമങ്ങളിലേക്ക് ഇന്ന് 10 മണിയോടുകൂടി അതിലൊരു അന്തിമ തീരുമാനം ഒരു 11 മണിയോ 12 മണിയോടുകൂടി നമുക്ക് റിപ്പോർട്ട് ചെയ്യാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രജിൻ ദില്ല. ശരി, ശ്രീകുമാരനാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇന്ന് 10 മണിക്കാണ് തൃശ്ശൂർ കളക്ട്രേറ്റിൽ നിർണായകമായ യോഗം ചേരുന്ന. ആ യോഗത്തിൽ എന്താകും തീരുമാനമെന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. വലിയൊരു ദുരന്തമാണ് ഉണ്ടായത്. അതിനുശേഷവും വെടിക്കെട്ട് ഒഴികെയുള്ള മറ്റു ചടങ്ങുകൾ നടത്തണം എന്ന നിലപാടിലാണ് ഏറെക്കുറെ പാറമേക്കാവ് അത് പരസ്യമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു. തിരുവമ്പാടിയും വെടിക്കെട്ട് ഒഴിവാക്കണം എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. മറ്റെന്തെല്ലാം കാര്യങ്ങൾ ഇന്ന് തീരുമാനമുണ്ടാകുമെന്നതിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. സർക്കാരും തീരുമാനമെടുക്കും, അതിനൊപ്പം നിൽക്കും എന്നായിരുന്നു ഇന്നലെ ദേവസ്വങ്ങൾ വ്യക്തമാക്കിയത്. എന്തായാലും ആ യോഗം 10 മണിക്കാണ്. അതിലായിരിക്കും അന്തിമമായൊരു തീരുമാനം. ഏത് രീതിയിൽ ഇത്തവണ തൃശ്ശൂർ പൂരം നടത്തണം എന്ന സംബന്ധിച്ച തീരുമാനങ്ങൾ ഉണ്ടാവുക. ഇനി മറ്റു വാർത്തകളിലേക്ക് പോകാം. കനത്ത ചൂടുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ വരുന്നു. കേരളത്തിൽ ഒരു മാറ്റവുമില്ലാതെ തുടരുകയാണ് ചൂട്. ഉഷ്ണതരംഗത്തിന് സമാനമായ നിലയിൽ താപനില ഉയർന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന വിവരം. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള 12 ജില്ലകളിൽ നാളെ വരെ യെല്ലോ മുന്നറിയിപ്പുണ്ട്. പാലക്കാട് ജില്ലയിൽ ഇന്നലെ രേഖപ്പെടുത്തിയത് 41.1 ഡിഗ്രി സെൽഷ്യസ് എന്ന താപനിലയാണ്. അത് ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന താപനിലയാണ്. വിനേഷ് കുമാർ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. വിനേഷ്, നാളെ വരെ യെല്ലോ മുന്നറിയിപ്പ് 12 ജില്ലകളിലുണ്ട്. അതിനിടയിൽ ഇന്നലെ ഏറ്റവും ഉയർന്ന താപനില പാലക്കാട് 41 മുകളിൽ പോയെങ്കിൽ പുനലൂർ അടക്കമുള്ള മേഖലകളിലും ഉയർന്ന താപനില തന്നെയാണ് രേഖപ്പെടുത്തിയത്. എന്താണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്? കേരളത്തിലെ സാഹചര്യം എന്താണ്? ദിൽന, പ്രജിൻ, അതായത് ഈ ഒരു സീസണിലെ ഏറ്റവും വലിയ താപനിലയാണ് പാലക്കാട് നിന്ന് ഇന്നലെ പുറത്തു വന്നിരിക്കുന്ന വിവരം. അതായത് 41.1 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ താപനിലയിൽ വ്യതിയാനം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം 2023 തന്നെ പാലക്കാട് 43 ഡിഗ്രി വരെ താപനിലയിൽ ഉയർന്നിട്ടുണ്ട്. ഈ ഒരു അവസ്ഥ ഇതും അങ്ങനെ തന്നെയാണ് പോകുന്നത് എന്ന് തന്നെയുള്ളൊരു സൂചനയാണിത്. മാത്രമല്ല ഈ കൊല്ലത്ത് 39.8 ഡിഗ്രിയാണ് താപനില വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ തൃശ്ശൂർ 39.3 ഡിഗ്രിയാണ് വന്നിട്ടുള്ളത്. മറ്റുള്ള സ്ഥലങ്ങളിൽ 38, 37, 36 ഇങ്ങനെ തന്നെയാണ്. ഇത് തുടരുക തന്നെയാണ്. എന്തായാലും ഒറ്റപ്പെട്ട ചില മഴകളുണ്ടായി. ഒറ്റപ്പെട്ട മഴകൾ ലഭിച്ചു, വേനൽ മഴ ലഭിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നുള്ളത് കൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിൽ കുറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്തും അതുപോലെ തന്നെ എറണാകുളം, കൊല്ലത്തിൻ്റെ ചില ഭാഗങ്ങളിലെല്ലാം തന്നെ വേനൽ മഴ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കന്യാകുമാരി മുതൽ തെലങ്കാന വരെയുള്ള സ്ഥലങ്ങളിൽ ഈ ഒരു ന്യൂനമർദ്ദത്തിൻ്റെ പാത്തി രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള മഴ വൈകുന്നേര സമയങ്ങളിൽ ഒറ്റപ്പെട്ടതാണെങ്കിലും ശക്തമായ മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മഴ ലഭിക്കുകയാണെങ്കിൽ ഈ ഒരു ചൂടിനൊരു നേരിയ ശമനമെങ്കിലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ശരി, പ്രജിൻ. വിനേഷ് കുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല, രാജ്യത്താകെ പലയിടങ്ങളിലായി സമാനമായ രീതിയിൽ കനത്ത ചൂട് തന്നെയാണ്. പലയിടങ്ങളിലും ഈ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയാണ്. എന്താണ് നിലവിൽ മറ്റിടങ്ങളിലെ സ്ഥിതി കൂടി എന്ന് നോക്കാം. ഉത്തരേന്ത്യയിൽ കടുത്ത ചൂടുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് നിലവിലുണ്ട്. ഈ മാസം 27 വരെ ജാഗ്രത പുലർത്തണം എന്നാണ് നിർദ്ദേശം. പശ്ചിമ ബംഗാളിലാണ് ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത്. പനഗായമിൽ 43.8 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇന്നലെ രേഖപ്പെടുത്തിയ താപനില. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അരവിന്ദ്, ഇന്ത്യയിലാകെ മൊത്തം ആ മാപ്പ് നമ്മൾ കണ്ടാൽ ചുവന്ന് ഇരിക്കുന്ന ഇന്ത്യയാണ് നമ്മൾക്ക് കാണുന്നത്. എന്താണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്? രാജ്യത്താകെയുള്ള സ്ഥിതി ഏത് നിലയിലാണ്?
പ്രജിൻ, രാജ്യത്ത് കടുത്ത ചൂട് ഉയരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. പ്രധാനമായും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വരും ദിവസങ്ങളിൽ ഉഷ്ണതരംഗം അടക്കം സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണം എന്നതാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. ഈ മാസം 27 വരെ ആ ജാഗ്രത പുലർത്തണം. കാരണം ഡൽഹി, ഹരിയാന, പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വരും ദിവസങ്ങളിൽ ആ ചൂട് വലിയ രീതിയിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായും രാവിലെ മാത്രമല്ല, രാത്രികാലങ്ങളിലും ഇത്തരത്തിൽ ചൂട് വർദ്ധിക്കുന്നത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും എന്നതാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് തന്നെ കൃത്യമായി വെള്ളം കുടിക്കണം, അതുപോലെ തന്നെ മറ്റ് നിർദ്ദേശങ്ങളടക്കം ശക്തമായി പാലിക്കണമെന്നതും ഇപ്പോൾ നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പശ്ചിമ ബംഗാളിലാണ് ഇന്നലെ ഏറ്റവും അധികം ഉയർന്ന താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത്. 43.8 ഡിഗ്രി സെൽഷ്യസ് ആണ് പശ്ചിമ ബംഗാളിൽ രേഖപ്പെടുത്തിയ താപനില എന്ന് പറയുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലും സമാനമായ രീതിയിൽ 40 മുകളിൽ തന്നെയാണ് താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡൽഹിയിൽ ഇന്നലെ 42.1 ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തിയിരുന്നു. വരും ദിവസങ്ങളിലും ഇത് അതിശക്തമായി തന്നെ ഉയരാനും 50 ഡിഗ്രി സെൽഷ്യസ് വരെ പോകാനുള്ള സാധ്യതയുണ്ടെന്നും കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്നും പരമാവധി വീടുകളിൽ ഈ ഉച്ച സമയത്തെല്ലാം വീടുകളിൽ തുടരണം. അതോടൊപ്പം തന്നെ നേരിട്ട് തന്നെ കൊള്ളരുതെന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ സർക്കാർ നൽകിയിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും ശക്തമായ ഉഷ്ണതരംഗത്തിന് തന്നെയാണ് ആ ഒരു മുന്നറിയിപ്പ് ഉള്ളത്. ദിൽന പ്രജി. ശരി, PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. തന്റെ അഭ്യർത്ഥന മാനിച്ച് ഇറാൻ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം നടത്തിയ വനിതകൾക്കെതിരായ വധശിക്ഷ ഒഴിവാക്കി ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ന് നടക്കാനിരുന്ന 8 വനിതാ പ്രക്ഷോഭകരുടെ വധശിക്ഷയാണ് റദ്ദാക്കിയത്. ഇറാൻ അമേരിക്ക രണ്ടാംഘട്ട സമാധാന ചർച്ച വെള്ളിയാഴ്ച നടക്കുമെന്നും സൂചനയുണ്ട്. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടരക്കര തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ട് കാണാം. ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടെന്ന് കരുതുന്ന സ്ത്രീകളുടെ ശിക്ഷ ഇളവ് ചെയ്തതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിൽ തടവിലായിരുന്ന 4 സ്ത്രീകളെ ഉടൻ വിട്ടയക്കുമെന്നും മറ്റ് 4 പേർക്ക് 1 മാസത്തെ തടവ് ശിക്ഷ വിധിക്കുമെന്നും തന്നെ ഇറാൻ അറിയിച്ചതായി ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെയാണ് പറഞ്ഞത്. വധശിക്ഷ ഒഴിവാക്കിയതിനും അതുപോലെ ഇറാനോടും അവിടുത്തെ നേതാക്കളോടും താൻ നന്ദി പറയുന്നതായും ട്രംപ് അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇറാൻ ജുഡീഷ്യറി. ഈ സ്ത്രീകൾക്കൊന്നും വധശിക്ഷ വിധിച്ചിട്ടില്ലെന്നും ഇവരിൽ ചിലരെ നേരത്തെ തന്നെ വിട്ടയച്ചിട്ടുണ്ടെന്നും ഇറാൻ വ്യക്തമാക്കി. അതേസമയം ജനുവരിയിൽ നടന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരിൽ 2 പേർക്ക് വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തിയിരുന്നതായും എന്നാൽ മറ്റ് 2 പേരെ മാർച്ചിൽ തന്നെ ജാമ്യത്തിൽ വിട്ടയച്ചതായും ഇറാനിലെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്ന മനുഷ്യാവകാശ സംഘടനകൾ വ്യക്തമാക്കി. അതേസമയം ഹോർമൂസ് കടലിടുക്കിലൂടെ ഇന്നലെ കടന്നുപോയ 2 കപ്പലുകൾ ഇറാൻ പിടിച്ചെടുത്തു. IRGC ഈ 2 കപ്പലുകളും ഇറാൻ തീരത്തേക്ക് മാറ്റിയതായിട്ടുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഫെബ്രുവരിയിൽ അവസാനത്തോടെ ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് ഇറാൻ കപ്പലുകൾ പിടിച്ചെടുക്കുന്നത്. അതേസമയം തുടർ ചർച്ചകൾക്കായിട്ട് ഇറാൻ മുമ്പോട്ട് വയ്ക്കണം എന്ന് പറഞ്ഞ നിർദ്ദേശങ്ങൾക്ക് സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെന്ന് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കാരൻ ലെവിറ്റ് പറഞ്ഞു. വെടിനിർത്തൽ കരാർ നീട്ടണോ വേണ്ടായോ എന്നുള്ള കാര്യം സർവ്വസൈനാധിപൻ കൂടിയായ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരിക്കും തീരുമാനിക്കുന്നതെന്നും കാരൻ ലെവിറ്റ് ഇന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24. സുമതി വളവ് എന്ന സിനിമയ്ക്ക് 22 കോടിയിലധികം രൂപ ചെലവായെന്ന നിർമ്മാതാവ് മുരളി കുന്നുംപുറത്ത്. പ്രീ പ്രൊഡക്ഷന് വേണ്ടി 1 വർഷം എല്ലാവരുടെയും ചെലവ് താൻ വഹിച്ചു. പ്രശ്നത്തിൽ ആണെന്ന് പറഞ്ഞിട്ടും ആരും തന്നെ കാണാനോ സമാധാനിപ്പിക്കാനോ വന്നില്ല എന്നും നിർമ്മാതാവ് 24-നോട് പറഞ്ഞു. വെള്ളം എന്ന ചലച്ചിത്രത്തിൽ കൂടി പ്രശസ്തനായ, പിന്നീട് ആ സിനിമയുടെ തന്നെ നിർമ്മാതാവുമായി വ്യവസായമൊക്കെ മാറിയ മുരളി കുന്നംപുറത്തിന് എല്ലാവർക്കും സുപരിചിതനാണ്. അദ്ദേഹം പ്രശസ്തനുമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ടായിരുന്നു. താൻ ആത്മഹത്യയുടെ വക്കിലാണെന്നും ജീവിതം വളരെയേറെ പ്രതിസന്ധിയിൽ കൂടിയാണ് മുന്നോട്ടേക്ക് പോകുന്നതും എന്നൊക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നൊരു വീഡിയോ ആണ് അദ്ദേഹം പങ്കുവച്ചത്. മുരളി കുന്നംപുറത്ത് ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. വളരെ വികാരഭരിതനായിട്ടായിരുന്നു, പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരുന്നു. വലിയ കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു വീഡിയോ പങ്കുവച്ചത്. സിനിമയുടെ മൊത്തം മുതൽ മുടക്ക് എത്രയാണ്, നിങ്ങൾക്ക് എത്രയാണ് ലാഭം കിട്ടിയത്? താങ്കൾ മാത്രമായിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസ്? ഞാൻ പിന്നെ അവസാനം ഗോകുലം വന്നിട്ട് അവരാണ് നമ്മളെ രക്ഷിച്ചത്. അവരില്ലെങ്കിൽ നമ്മൾ പടം ഒരിക്കലും ഇറങ്ങുന്നില്ല. ഇപ്പോൾ വിത്ത് ഇൻട്രസ്റ്റാണ് ഞാൻ പറഞ്ഞത്. 22 കോടി 54 ലക്ഷം വിത്ത് ഇൻട്രസ്റ്റ് എല്ലാം കൂടിയിട്ടാണ് പടത്തിൻ്റെ ചിലവ്. മറ്റൊരു സിനിമയെ മറ്റു പറയുന്നത് നദികളിൽ സുന്ദരി യമുന, അതിനും ഇതേ രീതിയിലുള്ള 2 കോടി നഷ്ടമാണ്. അതിൽ പിന്നെ എൻ്റെ സുഹൃത്തും എൻ്റെ ജ്യേഷ്ഠ സഹോദരത്തെ പോലെ കാണുന്ന വിലാസ് കുമാർ ഉണ്ടായിരുന്നു. വിലാസാട്ടൻ,
ഞാനും കൂടി ചെയ്തത്. 2 കോടി നഷ്ടമാണ്. അതിൽ 1 കോടി എനക്കും പോയി, വിലാസമായിട്ട് 1 കോടി പോയി. ഇതൊക്കെ തിരിച്ചു പിടിക്കാമെന്ന് വെച്ചിട്ട് സുമതി കോളേജ് ചെയ്തത്. അപ്പോൾ എല്ലാം കൂടി പെട്ടുപോയി. എങ്ങനെയാണ് ഈ സിനിമ നമ്മൾ നിർമ്മിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളത് എല്ലാ സിനിമകളൊന്നും വിജയിക്കാറില്ല. പക്ഷേ ഏത് ഘട്ടത്തിലാണ് ഇവർ ചതിച്ചു എന്ന് ഒരു ആരോപണം ഉന്നയിക്കാൻ കാരണം എന്താ? ഈ അഭിലാഷ് ചതി തന്നെയല്ലേ. ഞാൻ അവരോട് വരുമ്പോൾ 2-2.5 കോടി എൻ്റെ ഇടയ്ക്ക് ഉണ്ടാവുമല്ലോ. എന്നെ കൊണ്ടുവന്നിട്ട് ഇതിൽ ചാടിച്ചിട്ട് 7 കോടിക്ക് തീർക്കുക, 12 കോടിക്ക് 13 കോടിക്ക് തീർക്കുക. പിന്നെ ഇത്രയും പൈസ പിന്നെ ചതി എന്നല്ലാണ്ട് പിന്നെ എന്നാ ഞാൻ ഭാഷ ഉപയോഗിക്കണേ? ആ വീഡിയോ ഡിലീറ്റ് ആക്കിയെങ്കിലും അതിൽ പറഞ്ഞ ആരോപണങ്ങളൊക്കെ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. 100%, 101% ഉറച്ചു നിൽക്കുക. 1 വർഷമാണ് പ്രീ പ്രൊഡക്ഷൻ ഞാൻ ഇവരെ നോക്കിയത്. 1 വർഷം ഫ്ലാറ്റ് എടുത്ത് കൊടുത്തിട്ട് 1 വർഷം. ഈ ഘട്ടത്തിനിടയ്ക്കിൽ ഈ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തെങ്കിലും ചർച്ചകൾ നിങ്ങൾ തമ്മിൽ നടത്തും? അവരെന്നെ കുറിച്ച് അന്വേഷിച്ചില്ല. അഭിലാഷ് അടക്കം വിളിക്കും. എനിക്ക് അഭിലാഷിനോട് സത്യം പറയല്ലേ, അഭിലാഷ് ഈ പടത്തിൻ്റെ ഫിനാൻസ് ഒപ്പിക്കാൻ എല്ലാം അഭിലാഷ് എല്ലാം ഉണ്ടായി. പക്ഷേ അവസാനം ഈ പടം ഇങ്ങനെ ആയ സമയത്ത് തന്നെ ഒന്ന് കാണാനോ, ഞാൻ ഇത്രയും പ്രശ്നത്തിലാന്നിട്ട് ഒന്ന് കാണാനോ വിഷ്ണു ആരും വന്നിട്ടില്ല. 7 കോടി പടം എന്ന് പറഞ്ഞിട്ടായിരുന്നു ആളുടെ തുടങ്ങിയത്. ഇപ്പോൾ പടത്തിന് ഏകദേശം പിന്നെ സംസാരിച്ചത് എന്തായാലും ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമായി മാറിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഗോകുലം ഗ്ലോബൽ പബ്ലിക്കായിട്ട് പറഞ്ഞില്ല 7 കോടിയെന്ന്. 7 കോടി എന്ന് പറഞ്ഞതാണ് ഇപ്പോൾ 22 കോടിയിലെത്തി നിൽക്കുന്നത്. അതെ, എന്തായാലും നേരത്തെ ആ തീരുമാനത്തിൽ നിന്ന് മാറി, അത് പെട്ടെന്ന് എന്തോ സംഭവിച്ചു പോയതാണല്ലേ? അത് ഏത് മനുഷ്യനും ഉണ്ടാവില്ല. പിന്നെ റീതിങ്ക് ചെയ്തു, മരിച്ചു കഴിഞ്ഞാൽ ഇവരെങ്ങനെ ജീവിക്കും, മക്കളെ കാര്യം എന്താ, ഇത്രയും ബാധ്യത അവരെന്ത് ചെയ്യും, അവരെങ്ങനെ ജീവിക്കും? ഓക്കെ, ഞാൻ കൂടുതൽ ഇമോഷണലാണ്, പ്ലീസ്. എന്തായാലും അദ്ദേഹം ബിസിനസ് നടത്തിയും സിനിമാ രംഗത്ത് വീണ്ടും സജീവമായി ഈ കടങ്ങളൊക്കെ തീർക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ ചില ആരോപണങ്ങൾ, സിനിമാ രംഗത്ത് പ്രവർത്തിച്ച സമയത്ത് അദ്ദേഹം നേരിട്ട ചില ദുരനുഭവങ്ങളിൽ അദ്ദേഹം ഇപ്പോൾ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. രജീഷ് കരിവള്ളൂരിനൊപ്പം ഗോകുൽ കെ വേണുഗോപാൽ, 24 കണ്ണൂർ. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസിൽ ഇന്നും സുപ്രീം കോടതിയുടെ വിശാല ഭരണഘടനാ ബെഞ്ചിൽ വാദം തുടരും. യുവതീ പ്രവേശനത്തിനെതിരായ പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുന്നവരുടെ വാദമായിരിക്കും ഇന്നും നടക്കുക. PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. അരവിന്ദ്, പറയൂ, എന്താണ് വിശദാംശങ്ങൾ? ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതിയുടെ വിശാല ബെഞ്ചിൽ വാദം തുടരുകയാണ്. യുവതീ പ്രവേശനത്തിനെതിരായ പുനഃപരിശോധന ഹർജികളെ പിന്തുണയ്ക്കുന്നവരുടെ വാദമാണ് നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദാവൂദി ബോറ വിശ്വാസി സംഘടനയ്ക്ക് വേണ്ടി ഇന്ന് മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തഗി വാദങ്ങൾ ഉന്നയിക്കും. സമയം ലഭിച്ചാൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്തയും പുനഃപരിശോധന ഹർജികളെ പിന്തുണച്ചുകൊണ്ട് വാദങ്ങൾ ഉന്നയിക്കുമെന്നതാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. ഇന്നലെ ഈ വിഷയം പരിഗണിക്കവേ സുപ്രീം കോടതിയുടെ പല സുപ്രധാന നിരീക്ഷണങ്ങളും ഉണ്ടായിരുന്നു. മതാചാരങ്ങളിലെ ഇടപെടൽ, സർക്കാർ ഇടപെടലിൽ മുൻകൂട്ടി ഒരു പൊതു മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കാനാകില്ല എന്നതാണ് സുപ്രീം കോടതി വാക്കാൽ നിരീക്ഷിച്ചിരിക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാർ അടക്കം യുവതീ പ്രവേശനത്തിനെ എതിർത്തുകൊണ്ട് വാദങ്ങൾ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം കണ്ഠരര് രാജീവരുമായി ബന്ധപ്പെട്ട വാദങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വേളയിലാണ് സർക്കാരിന് ഇത്തരത്തിൽ കൃത്യമായ ഒരു മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കില്ല എന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചത്. എന്തായാലും വാദം വരും ദിവസങ്ങളിലും തുടരും. എന്തായാലും ഇന്ന് വിശാല ബെഞ്ചിൽ വാദം തുടരുകയാണ്. ജില്ലാ പ്രസിഡന്റ്. ശരി, PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരം പേട്ട റെയിൽവേ ആശുപത്രിയിൽ നിന്ന് വെടിയുണ്ടകൾ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. സായുധ സേനകളും റെയിൽവേ പോലീസും അടക്കം ഉപയോഗിക്കുന്ന 9 mm വിഭാഗത്തിലുള്ള 7 വെടിയുണ്ടകളാണ് കഴിഞ്ഞ ദിവസം ശുചിമുറിയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആശുപത്രിയിൽ ചികിത്സയിലെത്തിയ RPF ഉദ്യോഗസ്ഥരുടെയും രോഗികളുടെയും സന്ദർശകരുടെയും വിവരങ്ങൾ പോലീസ് അന്വേഷണത്തിനായി ശേഖരിക്കുന്നുണ്ട്. വെടിയുണ്ടകളുടെ കാലപ്പഴക്കവും നിർമ്മാണ വിവരങ്ങളും കണ്ടെത്താൻ ഫോറൻസിക് പരിശോധന ഉടൻ നടത്തും. വെടിയുണ്ടകൾ ഉപയോഗിച്ചവയല്ലെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. ആശുപത്രിയിലെ ജീവനക്കാരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട തിരുവല്ല സ്വദേശിയും ഭിന്നശേഷിക്കാരിയുമായ 27-കാരി ഹസീനയെ കാണാതായിട്ട് 5 ദിവസം. കരുനാഗപ്പള്ളിയിൽ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് തിരുവല്ലയിലേക്ക് പോകുകയാണ് എന്ന് പറഞ്ഞിറങ്ങിയ ഹസീനയെ അങ്കമാലിയിലാണ് അവസാനമായി കണ്ടത്. ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ചില യാത്രക്കാർ ഭക്ഷണം വാങ്ങി നൽകി കായംകുളത്തേക്ക് ടിക്കറ്റും എടുത്തു നൽകിയിരുന്നു. പിന്നീടാണ് വിവരങ്ങളൊന്നും ഉണ്ടാകാതിരുന്നത്. ഹസീനയ്ക്ക് എഴുതാനോ വായിക്കാനോ അറിയില്ല. മലയാളമല്ലാതെ മറ്റ് ഭാഷകളും അറിയില്ല. കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ലാത്തതും അന്വേഷണത്തിന് തടസ്സമാകുന്നുണ്ട്. ഹസീനയെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്ന് വീട്ടുകാർ അഭ്യർത്ഥിച്ചു. സംഭവത്തിൽ തിരുവല്ല പോലീസ് അന്വേഷണം തുടരുകയാണ്. വേനൽമഴ വൈകിയാൽ തിരുവനന്തപുരം നഗരത്തെ കാത്തിരിക്കുന്നത് വൻ കുടിവെള്ള പ്രതിസന്ധിയാണ്. നഗരത്തിലേക്കുള്ള പ്രധാന ജലസ്രോതസ്സായ പേപ്പാറ ഡാമിൽ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നിട്ടുണ്ട്.
ഉടനടി ബദൽ മാർഗങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ള പ്രശ്നം രൂക്ഷമാകും. വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളാൽ സമ്പന്നമാണ് പേപ്പാറ ഡാം. ഇവിടെ എത്തിയാൽ പേപ്പാറ ഡാമിന്റെ മനോഹരമായ കാഴ്ചകൾ സഞ്ചാരികൾക്ക് ആസ്വദിക്കാം. തിരുവനന്തപുരം നഗരത്തിൽ 13 ലക്ഷത്തോളം പേർക്ക് കുടിവെള്ളം എത്തിക്കുന്നത് ഇവിടെ നിന്നാണ്. തലസ്ഥാന നഗരത്തിന്റെ നീരുറവ അതാണ് പേപ്പാറ ഡാം. വരും ദിവസങ്ങളിൽ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ പെയ്തില്ലെങ്കിൽ ഡാം പൂർണ്ണമായി വറ്റും. തലസ്ഥാന നഗരിയിലേക്കുള്ള ജലവിതരണവും പൂർണ്ണമായി മുടങ്ങും. ഇനി അവശേഷിക്കുന്നത് 3 ആഴ്ചയിലേക്കുള്ള വെള്ളം മാത്രമാണ്. വേനൽ അതിരൂക്ഷമായി കത്തിക്കയറുകയും വേനൽ മഴ ശക്തമാകാതിരിക്കുകയും ചെയ്തതോടെയാണ് അണക്കെട്ടിലെ ജലനിരപ്പ് താഴ്ന്നത്. 107.05 മീറ്റർ സംഭരണ ശേഷിയുള്ള പേപ്പാറ അണക്കെട്ടിലെ ജലനിരപ്പ് ഇപ്പോൾ 97-നും താഴെയാണ്. നിലവിലെ സ്ഥിതി അനുസരിച്ച് മെയ് 15 വരെയുള്ള വെള്ളം പേപ്പാറയിലുണ്ടെന്ന് അരുവിക്കര എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം മനോജ് പറഞ്ഞു. വേനൽ മഴ ലഭിക്കാതെ 88 മീറ്ററോളം ജലനിരപ്പ് താഴ്ന്നാൽ അരുവിക്കരയിലേക്കുള്ള ജലവിതരണത്തിൽ താൽക്കാലികമായി തടസ്സമുണ്ടാകും. പ്രതിദിനം ഏകദേശം 343 മില്യൺ ലിറ്റർ വെള്ളം പമ്പ് ചെയ്യാൻ സാധിക്കുന്ന അരുവിക്കരയിൽ നിന്നാണ് ജില്ലയിൽ കുടിവെള്ളക്ഷാമമുള്ള പല പ്രദേശങ്ങളിലേക്കും ടാങ്കറുകളിൽ വെള്ളം കൊണ്ടുപോകുന്നത്. പേപ്പാറ അണക്കെട്ടിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് ദിവസവും വെള്ളമെത്തിക്കുന്നത്. പേപ്പാറ ഡാമിന്റെ സംഭരണശേഷി 110 മീറ്ററിലേക്ക് ഉയർത്താവുന്നതാണ്. ജല അതോറിറ്റിയുടെ വർഷങ്ങളായുള്ള ഈ ആവശ്യം അംഗീകരിച്ചിരുന്നെങ്കിൽ ഇത്ര വേഗം പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നില്ല. സമാന അവസ്ഥ 2017-ലുണ്ടായപ്പോൾ അന്ന് നെയ്യാറിൽ നിന്ന് തോട് വെട്ടിയാണ് വെള്ളം പേപ്പാറയിലേക്ക് എത്തിച്ചത്. അതുപോലുള്ള ബദൽ മാർഗങ്ങൾ സ്വീകരിച്ചാൽ മാത്രമേ ഈ പ്രതിസന്ധി മറികടക്കാനാകൂ. VS മനീഷിനൊപ്പം ജിബിൻ JB, 24 തിരുവനന്തപുരം. ഇനി നമുക്ക് വയനാട്ടിലേക്ക് പോകാം. അവിടെ ഒന്നും സന്തോഷമുള്ളൊരു വാർത്ത വരുന്നു. അവിടെ വയനാട്ടിൽ മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകിയ വീടുകളിൽ താമസത്തിനൊരുങ്ങുകയാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർ. ഈ മാസം 27-ന് 51 കുടുംബങ്ങൾ തൃക്കൈപ്പറ്റയിലെ വീടുകളിൽ താമസം തുടങ്ങും. എല്ലാവർക്കും സൗകര്യമുള്ള ദിവസം പരിഗണിച്ചതുകൊണ്ടാണ് കയറിത്താമസം വൈകിയത് എന്നാണ് ദുരന്തബാധിതർ പറയുന്നത്. മുസ്ലിം ലീഗിന്റെ 51 വീടുകളിൽ ദുരന്തബാധിതർ താമസം തുടങ്ങാനൊരുങ്ങുകയാണ്. അവർ അനുഭവിച്ച യാതനകൾ, അവർ പങ്കുവെച്ച വേദനകൾ ഇനി ഒരുമിച്ച് അവർ സന്തോഷത്തിൻ്റെ നാളുകൾ ചെലവഴിക്കാൻ പോവുകയാണ്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി ആദ്യഘട്ടത്തിൽ 51 വീടുകളാണ് മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകിയത്. 8 സെന്റിൽ 1060 ചതുരശ്ര അടിയിൽ പണിത വീടുകളിലേക്കുള്ള ഫർണിച്ചറുകളും മുസ്ലിം ലീഗ് കൊടുത്തിട്ടുണ്ട്. ആദ്യഘട്ട വീടുകളുടെ ഉദ്ഘാടന ചടങ്ങ് നടന്ന ദിവസം തന്നെ താക്കോലുകൾ ലഭിച്ചിരുന്നുവെങ്കിലും എല്ലാവർക്കും സൗകര്യപ്പെടുന്ന സമയം നോക്കിയതുകൊണ്ടാണ് കയറിത്താമസം വൈകിയതെന്ന് ദുരന്തബാധിതർ. എല്ലാവരും ഇപ്പോൾ വെക്കേഷനിലാണ്. അപ്പോൾ നമ്മളിങ്ങനെ കുടുംബങ്ങൾ ആലോചിച്ച് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു. 27-ാം തീയതി ഇനി താമസിക്കുകയാണ്, ഇവിടെ കൂടി ജീവിച്ച് മുന്നോട്ട് പോവുക. സ്വപ്നത്തിൽ പോലും എനിക്ക് ഇതുപോലത്തെ ഇവിടെ കഴിയില്ല. അത് കഴിഞ്ഞ ഞാൻ ഔട്ടായി പോകും ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും. ഉദ്ഘാടന ദിവസം വലിയ രീതിയിലുള്ള തിരക്കും ഗതാഗതക്കുരുക്കും പ്രദേശത്തുണ്ടായതുകൊണ്ട് 27-ന് സ്വകാര്യ ചടങ്ങെന്ന നിലയിൽ നടത്താനാണ് വീട്ടുകാരുടെ തീരുമാനം. പൊതുജനങ്ങളും പാർട്ടി പ്രവർത്തകരും പദ്ധതി പ്രദേശത്തേക്ക് വരേണ്ടതില്ലെന്നും സ്വകാര്യതയെ മാനിക്കണമെന്നും ലീഗ് നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. സമാനതകളില്ലാത്ത മുണ്ടക്കൈ ചുഴൽമല ദുരന്തത്തെ അതിജീവിച്ചവർ 27-ന് ഈ വീടുകളിൽ താമസം തുടങ്ങുകയാണ്. ഇനിയുള്ള കാലം അവരുടെ സങ്കടങ്ങൾ എല്ലാം ഒരുമിച്ച് പങ്കുവെക്കാൻ, ഒരുമിച്ച് വാഴാൻ. ക്യാമറാമാൻ മനു ദാമോദരനൊപ്പം കാളിദാസൻ ദേവദത്തം, 24 വയനാട്. ഇതെല്ലാം ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വരുന്നത് ഈ ഒരു സമാധാന ശ്രമങ്ങൾക്ക് ഒരു
ഒരു തുടർച്ചയുണ്ടാകുന്നു എന്നുള്ളതാണ്. അവിടെ ഈ ഇറാൻ അമേരിക്ക അതുമായി ബന്ധപ്പെട്ട സമാധാന ചർച്ചകളിൽ പങ്കെടുക്കും, അതിന് തയ്യാറാണ് എന്നാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സമൂഹ മാധ്യമമായ എക്സിലാണ് ഈ പെസഷ്കിയാന്റെ പരാമർശം ഇപ്പോൾ വന്നിരിക്കുന്നത്. ചർച്ചയ്ക്കും ധാരണയ്ക്കും ഇറാൻ തുടർന്നും തയ്യാറാണ് എന്നാണ് ഇറാന്റെ പ്രസിഡന്റ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നാവിക ഉപരോധവും ഭീഷണികളും വാഗ്ദാന ലംഘനവുമാണ് ഈ ചർച്ചകൾക്ക് തടസ്സമാകുന്നത് എന്നുകൂടി പറയുന്നു. അതിലൊരു മാറ്റം അമേരിക്കയുടെ ഭാഗത്തുണ്ടായാൽ സ്വാഭാവികമായിട്ടും ചർച്ചകളിൽ പങ്കെടുക്കും എന്ന നിലപാടിലേക്കാണ് ഇപ്പോൾ ഇറാൻ വന്നിരിക്കുന്നത്. എന്തായാലും പശ്ചിമേഷ്യയിൽ നിന്നൊരു സമാധാനത്തിൻ്റെ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇനി തിരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. വങ്കനാട്ടിലും തമിഴ്നാട്ടിലും ഇന്ന് വോട്ടെടുപ്പ്. തമിഴ്നാട് എന്ന പോളിംഗ് ബൂത്തിൽ എത്തുകയാണ്. രാവിലെ 7 മുതൽ ഇനിയിപ്പോൾ കേവലം 30 മിനിറ്റ് മാത്രം ബാക്കിയുള്ളൂ. 30 75 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ് നടക്കുക. 234 മണ്ഡലങ്ങളിലായി 4834 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. 38 ജില്ലകളിലായി 5.73 കോടി വോട്ടേഴ്സാണ് തമിഴ്നാട്ടിലുള്ളത്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ ഇടങ്ങളിൽ നിന്ന് തീരുന്നുണ്ട്. മനേഷ് മൂർത്തി ചെന്നൈയിലുണ്ട്, സൂര്യഗായത്രി കടയന്നല്ലൂരിൽ നിന്ന്, രാഹുൽ വിജയൻ കമ്പം തേനി, ഒപ്പം ഷാരിഖ് നവാസ് കോയമ്പത്തൂരിൽ നിന്ന് ചേരുകയാണ്. ആദ്യം മനേഷ് മൂർത്തിയിലേക്ക് പോവുകയാണ്. മനേഷ്, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ത്രികോണ പോരാട്ടത്തിനാണ് തമിഴ്നാട് ഇത്തവണ സാക്ഷ്യം വഹിച്ചത്. എന്താണ് തമിഴ്നാട്ടിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം? ഏത് രീതിയിലാണ് ഇനി വോട്ടെടുപ്പ് തുടങ്ങാൻ ഏതാണ്ട് 25 മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോൾ എന്താണ് അവിടുത്തെ സാഹചര്യം? പ്രജിൻ, ദിൽന, ഗുഡ് മോർണിംഗ്. ഏകദേശം ഒരു മാസത്തോളം നീണ്ട വലിയ പ്രചാരണം, അത് നാടിളക്കിയുള്ള പ്രചാരണം. ത്രികോണ മത്സരം വളരെ സജീവമാണ് എല്ലാ മണ്ഡലങ്ങളിലും. 234 മണ്ഡലങ്ങളിലും ത്രികോണ മത്സരം വളരെ സജീവമാണ്. നമുക്കറിയാം, വളരെ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പാണ് തമിഴ്നാടിനെ സംബന്ധിച്ച്. കാരണം DMK ഒരു രണ്ടാം ഊഴത്തിനു വേണ്ടി വലിയൊരു സഖ്യം രൂപീകരിച്ചുകൊണ്ടുള്ള ഒരു ശ്രമം നടത്തുന്നു. അതുപോലെ തന്നെ അണ്ണാ DMK തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ്. അണ്ണാ DMKയും അതുപോലെ തന്നെ അണ്ണാ DMK BJP NDA സഖ്യവും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം TVKയുടേതാണ്, തമിഴക വെട്രി കഴകത്തിൻ്റെ കാര്യമാണ്. കാരണം വിജയ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയം, അത് എത്രത്തോളം വോട്ടായി മാറും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി തമിഴ്നാട് നോക്കിക്കാണുന്ന ഒരു കാര്യം. അങ്ങനെ എല്ലാ തരത്തിലും വളരെ നിർണായകമാണ് തമിഴ്നാട്ടിലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് 237, അതായത് കത്തീഡ്രൽ റോഡിലുള്ള 237ാമത്തെ ബൂത്തിലാണ്. നമ്മളിവിടെ നിൽക്കാനുള്ള കാരണം രാവിലെ തന്നെ പ്രമുഖരെല്ലാവരും തന്നെ വോട്ട് രേഖപ്പെടുത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം വലിയ ജനങ്ങൾ എത്തുന്നതിന് മുൻപ് തന്നെ ഈ പറഞ്ഞ മാതിരി വോട്ടിംഗ് പ്രക്രിയയൊന്നും തടസ്സപ്പെടാതിരിക്കാനായി പ്രധാനപ്പെട്ട എല്ലാവരും വളരെ വേഗത്തിൽ തന്നെ വന്ന് വോട്ട് രേഖപ്പെടുത്തി മടങ്ങും. ഇപ്പോൾ നമ്മളിവിടെ നിൽക്കാനുള്ള കാരണം ഇവിടെയാണ്. നടൻ രജനീകാന്ത് ഇവിടെയാണ് എത്തുക. 7 മണിയോടുകൂടി അദ്ദേഹം എത്തി വോട്ട് രേഖപ്പെടുത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രി അല്പസമയത്തിന് 8:45 മുഖ്യമന്ത്രി SIET കോളേജിലാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തുക. അങ്ങനെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പ്രമുഖരെല്ലാം തന്നെ വോട്ട് രേഖപ്പെടുത്തും. വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ പരമാവധി വോട്ടുകൾ, ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പരമാവധി വോട്ടുകൾ പോൾ ചെയ്യിപ്പിക്കുക എന്ന് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ തീരുമാനമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഈ പറഞ്ഞ രീതിയിലുള്ള പോളിംഗ് പ്രക്രിയ ആരംഭിക്കും. 7 മണിക്ക്, അല്പസമയം കൂടിയാണ് ഇനി ബാക്കിയുള്ളത്. 7 മണിക്ക് ആരംഭിക്കും. വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗ് എന്ന് പറയുന്നത്. 75,032 പോളിംഗ് ബൂത്തുകളാണ് സംസ്ഥാനത്തുടനീളം 38 ജില്ലകളിലായി സജ്ജീകരിച്ചിരിക്കുന്നത്. അതുപോലെ 5.73 കോടി വോട്ടേഴ്സാണ് ഉള്ളത്. 4,834 സ്ഥാനാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത്. വിവിധ പാർട്ടികളിലുള്ള സ്ഥാനാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 4,834. എന്തായാലും ഒരു വലിയ തെരഞ്ഞെടുപ്പിലേക്കാണ് തമിഴ്നാട് കടക്കുന്നത്. 20 മിനിറ്റുകൾക്ക് ശേഷം തമിഴ്നാടിൻ്റെ ഭാവി എന്ത് എന്നറിയാവുന്ന ഒരു തിരഞ്ഞെടുപ്പ്. തമിഴ്നാടിൻ്റെ ഭാവി മാത്രമല്ല, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ, പ്രത്യേകിച്ചും അണ്ണാ DMK ഒക്കെ തിരിച്ചൊരു ഭരണത്തിലേക്ക് വരിക, അണ്ണാ DMK NDA സഖ്യം തിരിച്ച് ഭരണത്തിലേക്ക് വരിക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് എത്തുന്നു. 2.0 എന്ന് പറയുന്ന DMKയുടെ 2.0 എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു ചരിത്രപരമായ ഒരു മുന്നേറ്റത്തിനുള്ള ഒരു തെരഞ്ഞെടുപ്പ്. TVKയുടെ ഭാവി, TVK എത്ര ശതമാനം വോട്ടുകൾ നേടും, TVK എത്ര സീറ്റ് നേടും തുടങ്ങിയതെല്ലാം അറിയാവുന്ന ഒരു തെരഞ്ഞെടുപ്പ്. എന്തായാലും 20 മിനിറ്റാണ് ഇനി ബാക്കിയുള്ളത്. വളരെ വേഗത്തിൽ ഈ പറഞ്ഞതുപോലെ വോട്ടിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം തന്നെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും സാധിക്കും. നമ്മളെ പ്രതിനിധികളെല്ലാം തന്നെ എല്ലാ ഇടങ്ങളിലും സജീവമായി രംഗത്തുമുണ്ട്. എന്തായാലും അല്പസമയത്തിന് ശേഷം വോട്ടിംഗ് ആരംഭിക്കും. ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പ്രമുഖരായിട്ടുള്ള എല്ലാവരും വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യും. പ്രജിൻ, ദില്ല. ശരി, മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് ചേർന്നത്. ഇനിയിപ്പോൾ നമ്മൾ കമ്പത്തേക്ക് പോകുന്നു. അവിടെ രാഹുൽ വിജയൻ തയ്യാറായി നിൽക്കുന്നു. രാഹുൽ, ഗുഡ് മോർണിംഗ്. കമ്പത്ത് ഏത് ബൂത്തിലാണ് ഇപ്പോൾ രാഹുൽ ഉള്ളത്? എന്താണ് അവിടുത്തെ സ്ഥിതി? ഈ 7 മണിക്കാണ്
അവിടെ വോട്ടെടുപ്പ് ആരംഭിക്കുക. അതിൽ മുന്നേ തന്നെ സാധാരണഗതിയിൽ നമ്മൾ ഈ കേരളത്തിലൊക്കെ കാണുന്നത് വലിയ നിര കാണാറുണ്ട് ഈ രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ. ആ രീതിയിലൊക്കെ തന്നെയാണോ കമ്പത്തെയും സ്ഥിതി? പ്രജിൻ, അങ്ങനെ തന്നെയാണ്. നമ്മൾ നിൽക്കുന്നത് കാർഡമം പ്ലാന്റേഴ്സ് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ സജ്ജീകരിച്ചിട്ടുള്ള ബൂത്തിലാണ്. ഇവിടെ ഈ സ്കൂളിൽ മാത്രം 7 ബൂത്തുകളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. ഈ കാണുന്ന പോലെ തന്നെ ആളുകളുടെ ഒരു നിരയൊക്കെ ഉണ്ട്. 7 മണിയോട് കൂടി മാത്രമേ തെരഞ്ഞെടുപ്പ് പോളിംഗ് തുടങ്ങിയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ സമയം മാത്രമേ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കടത്തി വിടുകയുള്ളൂ എന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. പുറത്ത് നിർത്തിയിരിക്കുകയാണ്. സാധാരണ നമ്മുടെയൊക്കെ നാട്ടിലാണ് എങ്കിൽ, കേരളത്തിലാണ് എങ്കിൽ ഒരുപക്ഷെ ബൂത്തിന് മുൻവശത്തെ വാതിലിന്റെ അവിടം വരെ ആളുകൾക്ക് പോയി നിന്ന് ക്യൂ തുടരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ നിൽക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എങ്ങനെയല്ല. ഇവിടെ കോമ്പൗണ്ടിന് തന്നെ പുറത്ത് ആളുകൾ ക്യൂ നിൽക്കുകയാണ്. അവർ പോലീസുകാരോട് പറയുന്നുണ്ട് അകത്തേക്ക് കയറ്റിവിടാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല. 7 മണിക്ക് തുടങ്ങുന്നതിന് 5 മിനിറ്റ് മുൻപ് മാത്രമായിരിക്കും അകത്തേക്ക് പ്രവേശനം, ഈ ഗേറ്റ് കടന്ന അകത്തേക്ക് പ്രവേശനം എന്നുള്ളതാണ് പോലീസുകാർ ഇവർക്ക് നൽകിയ നിർദ്ദേശം എന്നുള്ളതും ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വലിയൊരു നിര തന്നെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നമ്മൾ ആദ്യമേ സൂചിപ്പിച്ച പോലെ തന്നെ 7 ബൂത്തുകളാണുള്ളത്. ഇതിനോട് ചേർന്ന് തന്നെ കൂടുതൽ ബൂത്തുകളുണ്ട്. ഈ കമ്പം ടൗണിൽ മാത്രം ഏകദേശം 59 ബൂത്തുകളുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. രാവിലെ തന്നെ ആളുകൾ വന്ന് വോട്ട് രേഖപ്പെടുത്തി പോകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. കാരണം വലിയ ചൂട് അനുഭവപ്പെടുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ ഒരു 10 മണിക്ക് ശേഷം അല്ലെങ്കിൽ ഒരു 3 മണിക്കിടയിൽ ഇതിനിടയിലുള്ള ഒരു പോളിംഗ് ശതമാനം വളരെ കുറവ് തന്നെയായിരിക്കും. അതിന് മുൻപും അതിന് ശേഷവുമുള്ള സമയത്ത് വലിയ തിരക്ക് അനുഭവപ്പെടാൻ സ്വാഭാവികമായിട്ടും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ കമ്പം പോലുള്ള പ്രദേശങ്ങളിൽ തോട്ടം തൊഴിലാളികൾ, ഇടുക്കിയിലേക്ക് ഉൾപ്പെടെ ജോലിക്ക് പോകുന്ന ആളുകളാണ്. ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ തോട്ടം മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് പോയി വന്ന് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അവർ പുലർച്ചെ 4 മണിയോടുകൂടി തന്നെ ഇവിടുന്ന് പോകുന്നതാണ്. അവർ തിരികെ വൈകിട്ട് ഒരു 3 മണിയോടുകൂടിയാണ് തിരിച്ചു വരിക. അവർ വോട്ട് രേഖപ്പെടുത്താൻ വരുന്നതിന്റെ ഒരു തിരക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ എന്തായാലും വലിയ തിരക്ക് രാവിലെയും വൈകിട്ടുമായിട്ടായിരിക്കും അനുഭവപ്പെടാൻ സാധ്യത. എന്തായാലും ആളുകൾ ഇങ്ങനെ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി അവരുടെ ഒരു നിര കാണുന്നുണ്ട്. കമ്പം മണ്ഡലത്തെ പറ്റി കൂടി പറയുകയാണെങ്കിൽ വലിയ പോരാട്ടം നടക്കുന്ന, തേനി ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. TVKയുടെയും DMKയുടെയും ADMKയുടെയും സ്ഥാനാർത്ഥികൾ നേർക്കുനേർ ഏറ്റുമുട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ത്രികോണ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ നിലവിൽ DMKയുടെ കൈവശമുള്ള മണ്ഡലമാണ്. അതുപോലെ തന്നെ ADMK ഇതിന് മുമ്പ് ഇവിടെ ജയിച്ചിട്ടുണ്ട്. TVKയ്ക്ക് ശക്തനായ ഒരു സ്ഥാനാർത്ഥി ഇവിടെ വന്നു എന്നുള്ളതാണ്. ജഗന്നാഥ് മിശ്ര എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി ഇവിടെ വന്നു എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. ആളുകൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യവും അത് തന്നെയാണ്. ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് കൊട്ടിക്കലാശത്തിനൊക്കെ വലിയ ആവേശത്തോടു കൂടി TVKയുടെ ആളുകൾ നിരത്തിലിറങ്ങുന്നത് നമ്മൾ കണ്ടതാണ്. അതുപോലെ N രാമകൃഷ്ണനാണ് DMKയുടെ നിലവിലെ MLA സ്ഥാനാർത്ഥി. അദ്ദേഹം തന്നെയാണ്. STK ജക്കയ്യനാണ് ഇവിടെ ADMKയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. അങ്ങനെ ത്രികോണ പോരാട്ടം നടക്കുന്ന തേനി ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് കമ്പം. അതുപോലെ തന്നെ തേനി ജില്ലയിൽ മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം അത് ബോഡി നായ്ക്കന്നൂരാണ്. മറ്റൊന്നും കൊണ്ടല്ല, മുൻ മുഖ്യമന്ത്രി O പനീർശെൽവം വീണ്ടും അവിടെ നിന്ന് ജനവിധി തേടുകയാണ്. നേരത്തെ ADMKയിലായിരുന്നെങ്കിൽ ഇത്തവണ DMKയ്ക്കൊപ്പം ചേർന്ന്, സ്റ്റാലിനൊപ്പം ചേർന്ന് DMKയ്ക്കൊപ്പം ചേർന്ന് മത്സരിക്കുന്നു ആദ്യമായിട്ട് എന്നുള്ളതാണ് ഇത്തവണത്തെ പ്രത്യേകത. എന്തായാലും എന്തുകൊണ്ടും തേനി ജില്ലയിൽ കടുത്ത മത്സരങ്ങൾ പല മണ്ഡലങ്ങളിലും നടക്കുന്നു. ത്രികോണ പോരാട്ടം നടക്കുന്നു പല മണ്ഡലങ്ങളിലും. ആളുകൾ എന്തായാലും ജനവിധി രേഖപ്പെടുത്താൻ വേണ്ടി പുലർച്ചെ തന്നെ ഇവിടെ വന്ന് നിൽക്കുകയാണ്. 7 മണിയോടുകൂടി അവരെ അകത്തേക്ക് കയറ്റുകയും ചെയ്യും. പ്രജിത്ത്. ശരി, രാഹുൽ വിജയനാണ് കമ്പത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കമ്പം, തേനി ജില്ലകളിലെ വിശദാംശങ്ങൾ, അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എന്നാണ് രാഹുൽ വ്യക്തമാക്കിയത്. ഇപ്പോൾ 6:42 സമയം. ഇനി കേവലം 15 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ അവിടെ പോളിംഗ് തുടങ്ങും തമിഴ്നാട്ടിൽ എന്നതാണ് സ്ഥിതി. ഇനിയിപ്പോൾ ബംഗാളിലേക്കാണ് നമുക്ക് പോകേണ്ടത്, അല്ലേ? അതെ, ബംഗാളിലും ഇന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. അതിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പാണ് ഇന്ന്. 152 മണ്ഡലങ്ങൾ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നുണ്ട്. ശ്രീനാഥ് ചന്ദ്രനാണ് ബംഗാളിൽ നിന്ന്, നന്ദിഗ്രാമിൽ നിന്നാണ് ശ്രീനാഥ് ചേരുന്നത്. ശ്രീനാഥ്, എന്താണ് ബംഗാളിലെ സ്ഥിതി? വലിയ സുരക്ഷാ സന്നാഹങ്ങൾ, ഒരുപക്ഷെ BJPയും തൃണമൂൽ കോൺഗ്രസും ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ തർക്കത്തിലേർപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. ആ വലിയ സുരക്ഷാ സന്നാഹങ്ങളുമായി ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. എന്താണ് സാഹചര്യം? ഏതാനും മിനിറ്റുകൾക്കകം വോട്ടെടുപ്പ് തുടങ്ങുകയാണല്ലോ. തീർച്ചയായും ഞാനിപ്പോൾ ഉള്ളത് പ്രധാനപ്പെട്ട ഒരു മണ്ഡലത്തിലാണ്, നന്ദിഗ്രാം. നമുക്കറിയാം കേരളത്തിൽ അടക്കം വലിയ തോതിൽ ചർച്ചയായതാണ്. CPIMന് ബംഗാളിൽ അവരുടെ അധികാരം നഷ്ടപ്പെടുത്തുന്നതിൽ പ്രധാനമായ ഒരു സംഭവം നടന്ന ഇടമാണ്. അവിടെ ഇപ്പോൾ നിലവിൽ BJPയുടെ സ്ഥാനാർത്ഥിയാണ്, സുവേന്ദു അധികാരിയാണ് ഇപ്പോഴത്തെ നിലവിലെ സിറ്റിംഗ് MLA. അദ്ദേഹം വീണ്ടും ഒരിക്കൽ കൂടി ഇവിടെ മത്സരിക്കാൻ വേണ്ടി പോകുന്നു. മാത്രമല്ല കഴിഞ്ഞ തവണ മമതാ ബാനർജി എന്ന ശക്തിയായ നേതാവിനെ തോൽപ്പിച്ച് ഇവിടെ വിജയിച്ചു വന്നതാണ് സുവേന്ദു അധികാരി. ഇത്തവണ വീണ്ടും ഒരിക്കൽ കൂടി അദ്ദേഹം വോട്ട് ചെയ്യാനെത്തും. അദ്ദേഹത്തിന്റെ
ബൂത്തിൻ്റെ ബൂത്തിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ഇവിടെ കേന്ദ്ര സേനയെ നമുക്ക് കാണാം. ഇവിടെ ഒരു പക്ഷേ ഞാൻ ഇന്നിപ്പോൾ രാവിലെ പോയ മറ്റു ബൂത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ കുറച്ച് കുറവാണ് എന്ന് തോന്നുന്നു. കാരണം 4-5 ഉദ്യോഗസ്ഥരെ കാണുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് സംഖ്യ ആളുകൾ, സുരക്ഷാ ഉദ്യോഗസ്ഥർ മറ്റു പല ബൂത്തുകളിലും ഉണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബംഗാളിൽ മുൻപെങ്ങുമില്ലാത്ത വിധം കനത്ത സുരക്ഷയിലാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഏതാണ്ട് 2.5 ലക്ഷത്തിലധികം കേന്ദ്ര സേനാംഗങ്ങളെ വിന്യസിച്ച് നടത്തുന്ന തെരഞ്ഞെടുപ്പാണ്. അവർ കൊണ്ടുവന്ന വാഹനങ്ങളെക്കുറിച്ചൊക്കെ വലിയ ചർച്ചകൾ നടക്കുന്നു. ആംഫീബിയസ് വെഹിക്കിൾ, പ്രത്യേക സേനാ വാഹനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ എന്താണ് യുദ്ധമാണോ നടക്കുന്നതെന്ന് തൃണമൂൽ കോൺഗ്രസ് ചോദിക്കുന്നു. ജനങ്ങളെ ഭീഷണിപ്പെടുത്താനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് എന്നതാണ് അവരുടെ ആരോപണം. മറുവശത്ത് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ഒരു ഫെയർ ആയ ഇലക്ഷൻ, ന്യായമായ ഒരു ഇലക്ഷൻ നടക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ മാത്രമായി അതിനെ കണ്ടാൽ മതി എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. ഏതായാലും കനത്ത സുരക്ഷയിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ 16 ജില്ലകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 152 മണ്ഡലങ്ങൾ, അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം പേർ വോട്ട് ചെയ്യാനെത്തുന്ന, ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങൾ ജനവിധി എഴുതുന്ന ഘട്ടം ആദ്യഘട്ടം തന്നെയാണ്. കൊൽക്കത്ത അടക്കമുള്ള മേഖലകൾ 2ാം ഘട്ടത്തിലാണ് ഈ ജനവിധി തേടാൻ വേണ്ടി പോകുന്നത്. ഏതായാലും ഇനിയിപ്പോൾ അധിക സമയമില്ല. മോക്ക് പോളിംഗ് അടക്കമുള്ള നടപടിക്രമങ്ങൾ ഇതിനോടകം പൂർത്തീകരിക്കുന്നു. ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ വോട്ടെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നു. കുറച്ച് ആളുകളൊക്കെ ഇപ്പോൾ ഇതിനോടകം തന്നെ പുറത്ത് കാത്തിരിക്കുന്നത് കാണാം. അകത്തേക്ക് ഇപ്പോൾ പ്രവേശനം അനുവദിച്ച് തുടങ്ങുന്നതേയുള്ളൂ. ഇപ്പോൾ നേരത്തെ ഞാൻ ഇവിടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ 7 മണിയോടെ മാത്രമേ ഗേറ്റ് തുറക്കൂ എന്നതാണ് അറിയിച്ചിട്ടുള്ളത്. ബംഗാൾ പൊതുവെ കഴിഞ്ഞ കാലങ്ങളിൽ മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടന്ന സമയത്ത് പോലും പലയിടത്തും സംഘർഷങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരല്പം ജാഗ്രത അധികമായി ബംഗാളിലുണ്ട് എന്ന കാര്യം യാഥാർത്ഥ്യം തന്നെയാണ്. അതിനൊത്ത സുരക്ഷയും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതുകൊണ്ട് 7 മണിയോടെ മാത്രമേ ഈ കോമ്പൗണ്ടിനകത്തേക്ക് വോട്ടർമാരെ പ്രവേശിപ്പിച്ച് തുടങ്ങൂ എന്നതാണ് മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവിടുത്തെ സ്ഥാനാർത്ഥി, പ്രധാനപ്പെട്ട നേതാവ്, BJPയുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാവായ സുവേന്ദു അധികാരി ഇവിടെ വോട്ട് ചെയ്യാൻ എത്തുകയും ചെയ്യും. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് നന്ദിഗ്രാമിൽ നിന്ന് വിവരങ്ങൾ നൽകി. എന്തായാലും പശ്ചിമ ബംഗാളിൽ പ്രധാനപ്പെട്ട ചോദ്യം ദീദിക്ക് ഇത്തവണ ഭരണം നിലനിർത്താൻ പറ്റുമോ അതോ BJPക്ക് അവിടെ ഭരണം പിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഒപ്പം ഇടതു പാർട്ടികളുടെ, കോൺഗ്രസിൻ്റെ അവിടെ തിരിച്ചുവരവ് അത് എത്രത്തോളം സാധ്യമാണ് എന്നൊരു ചോദ്യം കൂടി പശ്ചിമ ബംഗാളിൽ നിന്ന് നമുക്ക് ബാക്കിയാവുന്നുണ്ട്. സാധാരണ വലിയ രീതിയിലുള്ള സുരക്ഷാ പ്രശ്നങ്ങളും ബൂത്ത് പിടിക്കലും ഉൾപ്പെടെയുള്ള അക്രമ സംഭവങ്ങൾ ബംഗാളിൽ നിന്ന് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്താറുണ്ട്. ഇത്തവണ സമാധാനപരമായ ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ CPIM ഇത്തവണ അല്ലെങ്കിൽ ഇടത് പാർട്ടികളൊക്കെ എന്തായിരിക്കും അവരുടെ മുന്നേറ്റം ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഒരു തിരിച്ചുവരവ് അവർക്കും സാധ്യമാണോ ബംഗാൾ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ആദ്യഘട്ടത്തിലെ വോട്ടെടുപ്പാണ് നടക്കുന്നത്. 152 മണ്ഡലങ്ങളാണ് ഇന്ന് ബൂത്തിലെത്തുന്നത്. കേരളത്തിൽ LDF അധികാരം പിടിക്കുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി 24നോട് പറഞ്ഞു. വൻ ഭൂരിപക്ഷം ഉണ്ടാവില്ല, എന്നാലും ഭരിക്കാനുള്ള ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ ശുഭപ്രതീക്ഷ. UDFിലെ മുഖ്യമന്ത്രി ചർച്ചകൾ വെറുതെയാണ്. 2021 ഇതുപോലെ ചർച്ചകൾ നടന്നതാണെന്നും MA ബേബി പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. ഉണ്ടായിരുന്ന എണ്ണം അത് 99, നിലമ്പൂര് പോയപ്പോൾ 98 കുറഞ്ഞു. ആ 98 100-നപ്പുറത്തേക്ക് കടക്കണം. അതായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. അതാണ് ഞാൻ ഇതുവരെ പറഞ്ഞിരുന്നത്. അതാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ പറയുന്നില്ല. അത് സംഭവിക്കില്ല. എന്നാൽ വളരെ അടിയുറച്ച ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വീണ്ടും ഗവൺമെൻറ് രൂപീകരിക്കാൻ വേണ്ട അത്ര എണ്ണം ഭൂരിപക്ഷം നിയമസഭയിൽ ഉണ്ടാവും. മെയ് 4-ന് വോട്ടെണ്ണി കഴിയുമ്പോൾ ആരാണ് മുഖ്യമന്ത്രി എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴത്തെ പ്രതീക്ഷയേക്കാൾ വലിയ ആത്മവിശ്വാസത്തിലാണ് 5 വർഷം മുമ്പ് ചർച്ച നടന്നത്. അന്ന് വന്ന വാർത്ത നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ആരാകണം മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിലെ തർക്കം പരിഹരിച്ചു. 5 വർഷത്തിൽ ആദ്യത്തെ 2.5 വർഷം ഉമ്മൻചാണ്ടി, അത് കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തല. ഇങ്ങനെ ധാരണയുണ്ടാക്കിയെന്ന് മാധ്യമങ്ങളാകെ റിപ്പോർട്ട് ചെയ്തു. അത് നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ്. പഴയകാല പത്രങ്ങളുടെ വലിയ ശേഖരമാണ് കോഴിക്കോട് കക്കോടി സ്വദേശി റഷീദ് മക്കടയുടെ വീട്ടിലുള്ളത്. ഗാന്ധിജിയുടെ ഹരിജൻ മുതൽ ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം ഭാഷകളിലെ പഴയകാല പത്രങ്ങൾ വരെ അവിടെയുണ്ട്. കുട്ടിക്കാലത്ത് തോന്നിയ ചെറിയ കൗതുകമാണ് പഴമയുടെ കാവൽക്കാരനാകാൻ റഷീദിന് പ്രേരണയായത്. പ്രസിദ്ധീകരണം നിർത്തിയതും അല്ലാത്തതുമായ പഴയകാല പത്രങ്ങളുടെ വലിയൊരു ശേഖരമാണ് റഷീദ് മക്കട വീട്ടിലൊരുക്കിയിരിക്കുന്നത്. ഗാന്ധിജിയുടെ ഹരിജൻ ഉൾപ്പെടെയുള്ള പത്രങ്ങൾ റഷീദിന്റെ വീട്ടിലെത്തിയാൽ നേരിൽ കാണാം, വായിക്കാം.
സ്വാതന്ത്ര്യദിനം, മഹാത്മാഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും മരണം തുടങ്ങിയ വാർത്തകളടങ്ങിയ പത്രങ്ങളും റഷീദ് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ചരിത്രത്തിലെ നിർണായക സംഭവങ്ങൾ പുതുതലമുറയ്ക്ക് വായിച്ചറിയാനുള്ള അവസരമൊരുക്കുകയാണ് റഷീദിന്റെ ലക്ഷ്യം. ഇന്ദിരാഗാന്ധി ഞങ്ങൾ കോഴിക്കോടാണ് താമസം. പിറ്റേന്ന് ഇറങ്ങിയപ്പോൾ രാവിലെ തന്നെ മൊത്തം വലിയ അക്ഷരത്തിലുള്ള ഫോട്ടോസൊക്കെയാണ്. അപ്പോൾ അന്ന് വാപ്പില്ല, അപ്പോൾ ഉള്ള പൈസ എടുത്തിട്ട് എല്ലാ പത്രങ്ങളും ഓരോ കോപ്പി വാങ്ങി വീട്ടിൽ വെച്ച്, അതാണ് പത്രശേഖരം തുടങ്ങാനുള്ളത്. പിന്നീട് നമ്മൾ ആയപ്പോൾ പിന്നെ വലുതായി വന്നപ്പോൾ ഇപ്പോഴൊക്കെ എന്താ വെച്ചാൽ എന്ത് സംഭവങ്ങളുണ്ടായാലും പിറ്റേന്ന് ഇറങ്ങുന്ന എല്ലാ പത്രങ്ങളും നമ്മൾ സുഹൃത്തുക്കൾ ഉപയോഗിച്ചിട്ടും വിദേശത്തുള്ള നമ്മൾ സുഹൃത്തുക്കൾ ഉപയോഗിച്ചിട്ടും മറ്റു സംസ്ഥാനങ്ങളിൽ നമ്മൾ ജോലി ചെയ്യുന്ന സുഹൃത്തുക്കൾ ഉപയോഗിച്ചിട്ടൊക്കെ ശേഖരിച്ച് ഞാൻ എടുത്തു വെക്കും. പത്രങ്ങളോടൊപ്പം പഴയ ഇന്ത്യൻ നാണയങ്ങളും നോട്ടുകളും വിദേശ നോട്ടുകളും ഇവിടെയുണ്ട്. പഴയ സ്റ്റാമ്പുകളും അച്ചടിക്ക് ഉപയോഗിച്ചിരുന്ന കല്ലച്ചും റഷീദിന്റെ വീട്ടിലെ മറ്റൊരു കൗതുകമാണ്. കോഴിക്കോട്. മറ്റൊരു വാർത്തയിലേക്ക്. പാറമേക്കാവിന്റെ പടക്ക നിർമ്മാണശാല ഉടമയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നു കൊല്ലങ്കോട് പോലീസ്. കോട്ടയം സ്വദേശി ബിനോയ് ജേക്കബിനെതിരെയാണ് കേസ്. ലൈസൻസിൽ അനുവദിച്ചതിനേക്കാൾ കൂടുതൽ പടക്കങ്ങളും വെടിമരുന്നും സൂക്ഷിച്ചുവെന്ന തഹസിൽദാറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേസ്. കഴിഞ്ഞ ദിവസം തന്നെ ഈ രീതിയിൽ മുതലമടയിലെ ഈ പാറമേക്കാവിന്റെ പടക്ക നിർമ്മാണശാലയ്ക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. അവിടെ ഈ രീതിയിൽ കളക്ടറിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ പോലീസ് അത് കേസെടുത്തിരിക്കുന്നു എന്ന വാർത്ത കൂടി വരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ അത്തരം സൂചനകൾ ഉണ്ടായിരുന്നു. തിരുവമ്പാടിയുടെ ഈ പടക്ക നിർമ്മാണശാലയിൽ ഉണ്ടായിട്ടുള്ള സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഈ പാറമേക്കാവിന്റെ ഈ പടക്ക നിർമ്മാണശാലയിൽ അതിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. അതിനുശേഷം നടത്തിയ പരിശോധനയിലാണ് അനുവദിച്ചതിലും അധികം വെടിമരുന്ന് സൂക്ഷിച്ചിരുന്നു എന്ന് കണ്ടെത്തിയത്. അതിനെ തുടർന്ന് ലൈസൻസിക്കെതിരെ നടപടിയെടുക്കുകയായിരുന്നു. കോട്ടയം സ്വദേശി ബിനോയ്ക്കെതിരെയാണ് കേസെടുത്തത് ഇരിക്കുന്നത്. യെസ്, എന്തായാലും നേരത്തെ തന്നെ ഇത്തരത്തിൽ ഈ പരിശോധന അത് എല്ലാ ദേവസ്വങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ പടക്ക നിർമ്മാണശാലകളിൽ ഉണ്ടാകുമെന്ന സൂചനകൾ വന്നിരുന്നു. ഇതിപ്പോൾ ഈ പാറമേക്കാവിൻ്റെ പടക്ക നിർമ്മാണശാല ഉള്ളത് പാലക്കാട് ജില്ലയിലാണ്, മുതലമടയിലാണ്. അവിടെ പാലക്കാട് ജില്ലാ കളക്ടറിൻ്റെ സ്റ്റോപ്പ് മെമ്മോ ആദ്യം വരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ കൊല്ലങ്കോട് പോലീസ് കേസ് എടുത്തിരിക്കുകയാണ്. ഷാരിഖ് നവാസാണ് പാലക്കാട് നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ഷാരിഖ്, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? എത്രമാത്രം പടക്കക്കൂപ്പുകളൊക്കെ വെടിക്കൂപ്പുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? പ്രജിൻ, ഗുഡ് മോർണിംഗ്. അതായത് ഈ മുതലമട വെള്ളാരംകടവിലെ പടക്ക നിർമ്മാണശാലയിൽ അളവിൽ കൂടുതൽ പടക്കം നിർമ്മിക്കാനുള്ള കരിമരുന്നും മറ്റു സാമഗ്രികളും ഇന്നലെ ചിറ്റൂർ തഹസിൽദാരും അതുപോലെ തന്നെ പോലീസും നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ പരിശോധന നടത്തിയത്. അതായത് തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് എല്ലാ പടക്ക നിർമ്മാണശാലകളിലും ഇത്തരത്തിൽ പരിശോധന നടത്താൻ സംസ്ഥാനത്തുടനീളം നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിലും ഇത്തരത്തിൽ പടക്ക നിർമ്മാണശാലകൾ, അതായത് ഉത്സവത്തിനും മറ്റും പടക്കം നിർമ്മിക്കുന്ന നിർമ്മാണശാലകളിലാണ് പ്രധാനമായും ഇത്തരത്തിൽ പരിശോധന നടത്തിയത്. ആ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് അളവിൽ കൂടുതൽ വെടിക്കോപ്പുകൾ നിർമ്മിക്കാനുള്ള കരിമരുന്നും അതുപോലെ തന്നെ മറ്റ് സാമഗ്രികളും കണ്ടെത്തിയത്. ഇതിനെ തുടർന്ന് ഇന്നലെ തന്നെ ചിറ്റൂർ തഹസിൽദാർ ഈ വെള്ളാരംകടവിലെ പടക്ക നിർമ്മാണശാലയ്ക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. ഈ നിർമ്മാണശാലയുടെ ലൈസൻസി കോട്ടയം സ്വദേശി ബിനോയ് ജേക്കബിനെതിരെ കൊല്ലങ്കോട് പോലീസ് ഇപ്പോൾ കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് ഈ പടക്ക നിർമ്മിക്കാൻ ഉപയോഗിച്ച അളവിൽ കൂടുതലുള്ള സാമഗ്രികളും മറ്റു കരിമരുന്നൊക്കെ പോലീസും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികൃതരും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെന്തായാലും ഇത് പടക്കം നിർമ്മിക്കാനുള്ള ഒരു അത്തരത്തിൽ അതിൽ അളവിൽ കൂടുതൽ പടക്കം നിർമ്മിക്കാനുള്ള അനുമതി അവർക്ക് ലഭിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും കൊല്ലങ്കോട് പോലീസ് ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മറ്റേ ചിറ്റൂർ ഡിവൈഎസ്പി ഇതുമായി ബന്ധപ്പെട്ട് കലക്ടർക്ക് റിപ്പോർട്ടും നൽകിയിട്ടുണ്ട്. നിലവിൽ പടക്ക നിർമ്മാണശാല പോലീസ് സീൽ ചെയ്തിരിക്കുകയാണ്. പ്രജിൻ, ഷാരിഖ് നവാസാണ് പാലക്കാട് വിശദാംശങ്ങൾ നൽകിയത്. ഇനി നമ്മുടെ നാട്ടിൽ നിന്നുള്ളൊരു സ്പെഷ്യൽ റിപ്പോർട്ടിലേക്കാണ്. കണ്ണൂരിൽ നിന്നാണ്, പയ്യന്നൂരിൽ നിന്നാണ്. ആചാര വൈവിധ്യത്തിൻ്റെ അപൂർവതയുമായി പയ്യന്നൂർ തെരു അഷ്ടമച്ചാൽ ഭഗവതി ക്ഷേത്രം. മീൻ പിടിച്ച് ദേവിക്ക് സമർപ്പിക്കുന്ന മീനമൃത് ചടങ്ങ് അവിടെ സമാപിച്ചു. കലശ മഹോത്സവത്തിന്റെ ഭാഗമായി കവായിക്കായിൽ നിന്ന് മീൻ പിടിച്ചാണ് ദേവിക്ക് സമർപ്പിക്കുന്നത്. ക്ഷേത്രത്തിലെ കലശോത്സവത്തിൻ്റെ ഭാഗമായ പ്രധാന ചടങ്ങാണ് മീനമൃത്. നേരം വെളുക്കാൻ 7:30 നാഴിക ബാക്കിയുള്ളപ്പോൾ മീനമൃതിൻ്റെ വരവറിയിച്ച് ക്ഷേത്രത്തിൽ പെരുമ്പറ മുഴങ്ങി. ഉച്ചയോടെ 7 തവണ പെരുമ്പറ മുഴങ്ങിയതോടെ ബാല്യക്കാർ ക്ഷേത്രത്തിൻ്റെ ഇലഞ്ഞിമരച്ചുവട്ടിൽ ഒത്തുകൂടി.
തുടർന്ന് സ്ഥാനികർ ബാല്യക്കാരെ മഞ്ഞൾക്കുറിയെറിഞ്ഞ് യാത്രയാക്കി. ചുട്ടുപൊള്ളുന്ന വെയിലിൽ നഗ്നപാതരായി 3 കിലോമീറ്ററിലധികം താണ്ടി കൗവായിപ്പുഴ നീന്തിക്കയറി മടപ്പള്ളിത്താഴത്തെ മീനമൃത് കടവിലേക്ക്. കൃത്യം 21 കോവ മത്സ്യങ്ങളെയാണ് പിടിക്കേണ്ടത്. ഈ ഉത്സവത്തിൽ പിടിക്കുന്ന മീൻ ഇത് യഥാർത്ഥത്തിൽ ദേവിയുടെ ഉപാസനാമൂർത്തികളായിട്ടുള്ള ഭഗവതിമാർക്ക് ഹോമിക്കപ്പെടേണ്ടതാണ്. സമുദായത്തിലെ മുഴുവൻ ആളുകളും ഈ കൗവായിയുടെ തീരത്ത് വന്ന് കൊയ്തെടുക്കുന്ന മത്സ്യം ഭഗവതിക്ക് നേർച്ചയായി സമർപ്പിക്കുന്ന ഒരു വലിയ ഉത്സവമാണ് മീനമൃത് മഹോത്സവം. സന്ധ്യയോടെ മത്സ്യവുമായെത്തിയ ബാല്യക്കാരെ ഭക്തജനങ്ങൾ ക്ഷേത്രനടയിലേക്ക് ആനയിച്ചു. പിടിച്ച മീനുകൾ ദേവിക്ക് സമർപ്പിച്ചു. രാത്രിയിൽ തിരുവർക്കാട്ട് ഭഗവതിയുടെ തെയ്യക്കോലങ്ങൾക്കൊപ്പം കലശമെഴുന്നള്ളത്തും നടന്നതോടെ ചടങ്ങുകൾ പൂർത്തിയായി. 24 കണ്ണൂർ. ന്യൂസ് ബ്രേക്സിന്റെ സമയം ഇതോടെ പൂർത്തിയാവുകയാണ്.